നമ്മുടെ പ്രയത്നം കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ നമുക്കൊരിക്കലും നേടിയെടുക്കുവാൻ കഴിയാത്ത ഒന്നിനെ നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ കരുതുന്ന ഒരുവൻ ദാനമായി നൽകുമ്പോൾ രണ്ട് കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഒന്ന്, നാം അതിനെ നിരസിക്കരുത്. രണ്ട്, നമുക്ക് ലഭിച്ചതിന്റെ വില എന്തെന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതം നാം മുന്നോട്ട് നയിക്കേണ്ടത് ആവശ്യമാണ്. ഇങ്ങനെ നാം നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം നന്മ അനുഭവിക്കും. പല സമയങ്ങളിലും നമ്മുടെ കുറവുകൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവം നമുക്ക് വേണ്ടി ചെയ്തത് എന്ത് എന്ന് തിരിച്ചറിയുമ്പോൾ, നമ്മുടെ പ്രയത്നം കൊണ്ടൊന്നും നമുക്ക് ലഭിക്കുവാൻ കഴിയാത്ത രക്ഷ യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെ നമുക്ക് ലഭിക്കുമ്പോൾ, യേശുക്രിസ്തുവിന്റെ രക്തം നമ്മുടെ പാപത്തെ ശുദ്ധീകരിച്ച് ദൈവത്തോട് നമ്മെ അടുപ്പിക്കുമ്പോൾ, നിങ്ങളൊരു കാര്യം തിരിച്ചറിയണം. ആർക്കും വിലയില്ലാത്തൊരു ജീവിതമല്ല നിങ്ങളുടേത്. നിങ്ങൾക്ക് വേണ്ടി വില കൊടുത്ത ഒരുവനുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയ ഈ ദൈവം നിങ്ങളുടെ ജീവിത മേഖലകളിൽ നിങ്ങളോടൊപ്പമുണ്ട് എന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ഈ ലോകത്തിലുള്ള സകല ബന്ധങ്ങളും നമ്മുടെ മരണത്തോടെ അവസാനിക്കുമ്പോൾ ഈ ദൈവവുമായിട്ടുള്ള ബന്ധം മരണം കൊണ്ട് തീരുന്നതല്ല, അതിന്റെ അപ്പുറത്ത് നിത്യതയിലും തുടരുന്നതാണ്. അതുകൊണ്ട് തന്നെ ജീവിതയാത്രയിൽ നമ്മുടെ കുറ്റം മാത്രം കാണുന്നവർ ഒത്തിരി പേരുണ്ടാകാം. അവരുടെ മുറിപ്പെടുത്തുന്ന വാക്കുകൾ കേട്ട് നിങ്ങൾ തളരരുത്. കാരണം ഈ പറയുന്നവരാരുമല്ല നിങ്ങൾക്ക് വേണ്ടി വില കൊടുത്തത്. നിങ്ങൾക്ക് വേണ്ടി വില കൊടുത്തവൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ദൈവം നമുക്കായി നൽകിയത് എന്ത് എന്ന് നാം തിരിച്ചറിയണം. ജീവിതയാത്രയിൽ നിങ്ങൾ തനിച്ചല്ല എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമുക്ക് പ്രകാരം കാണുവാൻ കഴിയും. നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന് ഞങ്ങൾ സഹപ്രവർത്തിക്കാരായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഇപ്രകാരം അപ്പോസ്തലൻ ഇവിടെ പറഞ്ഞു വെക്കുന്നതിന് തൊട്ടു മുമ്പെയുള്ള അധ്യായത്തിൽ മാനുഷികമായ ഒരു പ്രവൃത്തി കൊണ്ടും നമുക്ക് നേടുവാൻ കഴിയാത്തതാണ് ദൈവം ദാനമായി നൽകിയത് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന പല ഭാഗങ്ങളും നമുക്ക് കാണുവാൻ കഴിയും. മനുഷ്യ പ്രയത്നം കൊണ്ട് ഒരിക്കലും ലഭിക്കുവാൻ കഴിയാത്ത ഒന്ന് പാപമില്ലാത്ത യേശുക്രിസ്തുവിന്റെ കാൽവറി ക്രൂശിലെ മരണത്തിലൂടെ മാനവജാതിക്ക് ലഭിക്കുന്നുവെങ്കിൽ അതിന്റെ വിലയെ നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തോട് അടുക്കുവാൻ ഒരു ഭാഗ്യം ദൈവം അവിടെ ഒരുക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപക്ഷെ ദൈവം പറഞ്ഞതെല്ലാം ചെയ്ത് സഭായോഗങ്ങളിലും പങ്കെടുത്ത് എന്റെ ജീവിതം ഞാൻ മുന്നോട്ട് പോകുന്നു എന്ന് നാം ഒരുപക്ഷെ പറഞ്ഞേക്കാം. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് മാത്രമാണോ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്ന് നാം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കേണ്ടത് ആവശ്യമാണ്. ഈ ലോകത്തിലെ ജീവിതം എത്രയെന്ന് നമുക്കറിയത്തില്ല. എന്നാൽ ഈ ലോകത്തിൽ എത്ര നാൾ ദൈവം തന്നാലും അത്രയും കാലം നമ്മെ രക്ഷിച്ച, നമ്മെ വീണ്ടെടുത്ത ഈ യേശുവിന് വേണ്ടി നാം നിൽക്കുവാൻ തയ്യാറാകേണ്ടത് ആവശ്യമാണ്. മാത്രമല്ല ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള പദ്ധതി എന്ത് എന്ന് തിരിച്ചറിഞ്ഞ് നാം ജീവിതയാത്ര മുന്നോട്ട് നയിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാം ജീവിത വിജയം കാണുന്നത്. പ്രിയ ദൈവത്തിലെ ദൈവം നമുക്ക് നൽകിയ ഈ ജീവിതം എങ്ങനെയെങ്കിലും ജീവിച്ച് തീർക്കുവാനുള്ളതല്ല എന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. മറിച്ച് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവിക പദ്ധതികൾ എന്ത് എന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് നാം ചുവടുകൾ വെക്കുവാൻ തുടങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗം സന്തോഷിക്കുകയാണ്. നമ്മുടെ കഴിവില്ലായ്മയെ കണ്ട് നമ്മെ സ്നേഹിക്കുന്ന ഈ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ നാം കാതോർക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കും. ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിത മേഖലകളിൽ നാം അനുഭവിക്കുക തന്നെ ചെയ്യും. നമ്മുടെ ജീവിതയാത്രയിൽ നാം തനിച്ചല്ല എന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ഓരോ നിമിഷവും നമ്മുടെ കരം പിടിച്ച് വഴി നടത്തുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നാം തിരിച്ചറിയുമ്പോൾ ജീവിതയാത്രയിൽ നമ്മുടെ മുമ്പിൽ കടന്നു വരുന്ന പ്രതിസന്ധികളെ ചിരിച്ചുകൊണ്ട് നേരിടുവാൻ നമുക്ക് കഴിയും. കാരണം സർവശക്തനായ ദൈവം എന്റെ കൂടെയുണ്ട്, ഈ പ്രതിസന്ധികൾ ഒന്നും എന്നെ തകർക്കുകയല്ല എന്ന ഒരു ഉറപ്പ് നാം പ്രാപിക്കുക തന്നെ ചെയ്യും. യഥാർത്ഥത്തിൽ ദൈവം അത് ആഗ്രഹിക്കുന്നത് എങ്ങനെയെങ്കിലും ജീവിച്ച് ദൈവം തന്ന ആയുസ് തീർക്കുന്നതിലുപരി ദൈവഹിതപ്രകാരം നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കുവാൻ, ചുവടുകൾ മുന്നോട്ട് വെക്കുവാൻ ഇന്ന് ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഇപ്രകാരം ദൈവത്തിന്റെ ഹിതം അന്വേഷിച്ച് ചുവടുകൾ വെക്കുവാൻ തയ്യാറാകുന്ന പ്രിയ ദൈവത്തിലെ എനിക്ക് നിങ്ങളോടൊരു കാര്യം ഓർമ്മിപ്പിക്കാനുണ്ട്. തീർച്ചയായും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് തീരുകയല്ല, നിങ്ങളുടെ തലമുറയെയും ദൈവം ദേശത്ത് മാനിക്കും. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് തിരിച്ചറിഞ്ഞ് ശത്രുവിന്റെ സകല തന്ത്രങ്ങളും യേശുവിന്റെ നാമത്തിൽ ജയിച്ച് മുന്നേറണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ജീവിതത്തിൽ ചെറിയൊരു വിഷയം കടന്നു വരുമ്പോ, ഇനി മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല എന്ന് മനസ്സിൽ ചിന്ത വരുമ്പോ, കൂടെയുള്ള ദൈവ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ദൈവശബ്ദത്തിനായി നാം കാതോർക്കുന്നെങ്കിൽ ദൈവാത്മാവിന്റെ നിയന്ത്രണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും. അതെ, ഇതുവഴി നടക്കുക എന്ന് പറഞ്ഞ് വഴി നടത്തുന്ന
വിളിക്കുന്ന ദൈവശബ്ദം നാം കേൾക്കും, ദൈവ സാന്നിധ്യം നാം അനുഭവിച്ചറിയും. ശത്രുവിന്റെ വലിപ്പം കണ്ട് ഭയപ്പെടുന്നതിലുപരി ജയാളിയായ ജയവീരനായ കൂടെയുള്ള ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ജീവിതയാത്ര മുന്നോട്ട് നയിക്കുവാൻ നാം തയ്യാറാകേണ്ടത് ആവശ്യമാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ, ആഴ്ചയിൽ ഒരു ദിവസം ആരാധനയ്ക്ക് പോയത് കൊണ്ടോ പ്രാർത്ഥനയ്ക്ക് പോയത് കൊണ്ടോ തീരുന്നതല്ല നമ്മുടെ ക്രിസ്തീയ ജീവിതമെന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. നാം എവിടെയൊക്കെ പോയാലും എന്തൊക്കെ ചെയ്താലും അവിടെയെല്ലാം ദൈവ സാന്നിധ്യം നാം തിരിച്ചറിയണം. മാത്രമല്ല, ദൈവിക പദ്ധതി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. നമ്മിലൂടെ ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നമ്മൾ ആയിരിക്കുന്ന ദേശങ്ങളിൽ വെളിപ്പെടുത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ, ദൈവിക നിയോഗം ലഭിക്കുമ്പോൾ മടികൂടാതെ യേശുവിന് വേണ്ടി നിൽക്കുവാൻ നാം തയ്യാറാകുന്നെങ്കിൽ തീർച്ചയായും ഈ ദിവസങ്ങളിൽ നമ്മിലൂടെ ദൈവപ്രവൃത്തി ദേശം കാണത്തക്ക വിധത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. ഇന്ന് ഈ ചെറിയ സന്ദേശത്തിൽ വീണ്ടും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്, നമുക്ക് ലഭിച്ചത് എന്ത് എന്ന് നാം ഒന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. നമുക്ക് ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജീവിതയാത്രയിൽ തനിച്ചല്ല എന്ന് തിരിച്ചറിഞ്ഞ് കരം പിടിച്ച് കർത്തൻ കൂടെയുണ്ടെന്ന് മനസ്സിലാക്കുമ്പോഴാണ് സന്തോഷകരമായ ഒരു ജീവിതയാത്ര നമുക്ക് സാധ്യമാകുന്നത്. അതെ, എങ്ങനെയെങ്കിലും ജീവിച്ച് തീർക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം, മറിച്ച് ദൈവഹിത പ്രകാരം ഒരു വിജയകരമായ ഒരു ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. ദൈവമേ, അങ്ങെനിക്ക് തന്ന ജീവിതം അങ്ങയുടെ ഹിതപ്രകാരം ജീവിക്കുവാൻ ഇതാ ഏൽപ്പിച്ചു തരുന്നു എന്ന് നിങ്ങൾ പറയുവാൻ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ അങ്ങയുടെ തൃക്കരങ്ങൾ തരികയാണ്. ദൈവഹിതം തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാൻ, ദൈവശബ്ദത്തിനായി കാതോർക്കുവാൻ അപ്പ അങ്ങ് ഇവരെ സഹായിച്ചാണ്. ഇവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. ദേശങ്ങൾക്ക് ഇവരൊരു അനുഗ്രഹമാകട്ടെ. സകലമാന മഹത്വം അങ്ങേക്ക്, സകലവും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ദൈവത്തിലെ, നിങ്ങൾ ദേശങ്ങൾക്ക് ഒരു അനുഗ്രഹമാകും. ദൈവം തന്നത് എന്ത് എന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് നന്ദി കരേറ്റി ജീവിതയാത്ര മുന്നോട്ട് നയിക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾ ദേശങ്ങൾക്ക് ഒരു അനുഗ്രഹമാകുക തന്നെ ചെയ്യും. ഈ ചെറിയ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. Stay blessed.